ചാട്ടയിലൊക്കെ ഒരു കഥാ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രാമത്തിലൂടെ കാളകളെയും തെളിച്ചുകൊണ്ട് രാത്രിയിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. അത്രയും റോ ആയിട്ടുള്ള, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളാണ്. പറങ്കിമല കഴിഞ്ഞിട്ട് പിന്നെ ചാട്ട വരുന്നു, പിന്നെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സന്ധ്യമയങ്ങുന്നേരം വരുന്നു. അപ്പോൾ ഭരതൻ സ്കൂളിലെ അനുഭവങ്ങൾ വേറെ എന്തൊക്കെയാണ്? ഒന്നാമത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണേ. ആ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മാത്രമേ പുള്ളി പറയുള്ളൂ. ആക്ടറിന് ഒരു രീതിയിൽ ഏറ്റവും സ്വാതന്ത്ര്യം തരുന്നൊരു ഡയറക്ടറാണ്. കാരണം ആ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന പുള്ളിക്കൊരു ധാരണയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തരുന്നതിൻ്റെ അകത്ത്. മറ്റൊന്ന് വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും വേണ്ടത് കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഡയറക്ടറായാലും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയാലും നമുക്ക് ഒരു കംഫർട്ടബിൾ ആണല്ലോ. നമ്മൾ ആ ഒരു കംഫർട്ടബിൾ ആയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ റിയലായിട്ടുള്ള നമുക്ക് അഭിനയിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും അപ്പോഴാണ്. അപ്പോൾ ആ ധൈര്യം തരാൻ ഭരതനെ പോലുള്ള ആളുടെ അടുത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഫ്രണ്ട്ലിയാണ്.